കഴിഞ്ഞ ദിവസമാണ് ഞാൻ വെള്ളരിക്കുണ്ടിൽ പോയപ്പോൾ അവിടെ ശ്രീ പി ജി ജോസഫ് സാറിനോടൊപ്പം ഒരു സമരപന്തലിൽ അല്പസമയമൊക്കെ ചെലവ് കഴിച്ചത്. സമരപന്തൽ വന്യമൃഗശല്യങ്ങൾക്കെതിരെയുള്ളൊരു സമരമായിരുന്നു. അത് വെള്ളരിക്കുണ്ടിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് തുടർച്ചയായിട്ട് വൈകിട്ട് സായാഹ്ന സമയത്ത് നടത്തി വരുന്നൊരു സമരമായിരുന്നു. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് കർഷകരും മറ്റ് ആ പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികളും വന്യമൃഗങ്ങളിൽ നിന്ന് അവർ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ളൊരു സമരമായിരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് വ്യാപ്തി എനിക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിച്ചത്. നമ്മൾ കൊച്ചി പട്ടണത്തിലും തൃശ്ശൂരും കോട്ടയത്തൊക്കെ ജീവിക്കുന്ന പട്ടണങ്ങളിലും വന്യമൃഗത്തിന് അടുത്തല്ലാതെ താമസിക്കുന്ന നമുക്കൊന്നും ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ ഭയാനകമായ രൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അവിടെ താമസിക്കുന്ന മലയോരങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ കർഷകരും എല്ലാവരും, കർഷകർ മാത്രമല്ല സാധാരണ മറ്റ് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, കർഷക തൊഴിലാളികൾ എല്ലാവരും ഭീതിയിലാണ് ജീവിക്കുന്നത്. എപ്പോഴായിരിക്കും ഒരു ആക്രമണം വന്യമൃഗത്തിൻ്റെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അവർ വന്ന് കൃഷി നഷ്ടപ്പെടുത്തുന്നു, വാഴ നഷ്ടപ്പെടുത്തുന്നു. എന്തിനു പറയുന്നു, ഇപ്പോൾ കുരങ്ങ് വന്നിട്ട് തെങ്ങി കയറി തെങ്ങ് പോലും കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, മോഷ്ടിച്ച് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ താലോലിച്ച് ചെയ്ത് വളർത്തുന്ന കൃഷി, അവർക്ക് ജീവിക്കാനുള്ള മാർഗം അതില്ലാതാകുന്നു. പിന്നെ ജീവന് ഹാനി. എത്രമാത്രം പേരെയാണ് ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ വന്യമൃഗ ആക്രമണത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന കണക്കുകളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനൊന്നും നമ്മുടെ സർക്കാരും പ്രത്യേകിച്ച് വനം വകുപ്പും വനം മന്ത്രിയും ഈ മനുഷ്യജീവന് പറ്റുന്ന ഹാനിയെ പറ്റി യാതൊരു കൂസലുമില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു തത്വത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നുകൊണ്ട് മനുഷ്യരെ കുരുതിക്ക് കൊടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്, വനംവകുപ്പ് മന്ത്രി ചെയ്യുന്നത്, വനംവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. വനംവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിയുമൊക്കെ മനുഷ്യൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വനം മനുഷ്യന് ആവശ്യമാണ്, വന്യമൃഗങ്ങൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യൻ്റെ സംരക്ഷണത്തിന്, മനുഷ്യൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് വനംവകുപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് മറന്നുകൊണ്ട്, ആ സത്യം മറന്നുകൊണ്ട്, ആ കാതലായ ഇതിൻ്റെ കാരണം മറന്നുകൊണ്ട് മനുഷ്യനെ ഹാനികരത്തിൽ വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പൊറപ്പിക്കാൻ സാധിക്കില്ല. LDF ഗവൺമെൻറ് പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം ഒരു മനുഷ്യനെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് മൃഗങ്ങളുടെ സംരക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യനെ കുരുതി കൊടുത്തുകൊണ്ടുള്ള ഒരു നയമാണ് സ്വീകരിച്ചു വരുന്നത്. യാതൊരു മനസാക്ഷ്യമില്ലാത്ത ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണം, ഒരു സംശയവുമില്ല. മനുഷ്യന് വേണ്ടിയാണ് വനങ്ങൾ സുരക്ഷിതമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നത്. മനുഷ്യന് വേണ്ടിയാണ് വന്യമൃഗങ്ങൾക്ക് ഉള്ള ആ സംരക്ഷണം നൽകുന്നത്. പക്ഷേ ആ സംരക്ഷണം മനുഷ്യന് ഹാനി വരുത്തുകയാണെങ്കിൽ, മൃഗം കൊണ്ട് മനുഷ്യൻ്റെ ജീവൻ പോവുകയാണെങ്കിൽ, മനുഷ്യൻ്റെ കൃഷിക്ക് നഷ്ടം വരികയാണെങ്കിൽ അത് നമുക്ക് പൊറപ്പിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. നമ്മുടെ LDF സർക്കാർ ഒരു മനുഷ്യവിരുദ്ധ സർക്കാരാണ്. പ്രത്യേകിച്ച് കർഷകരോട് വിരോധമുള്ളൊരു സർക്കാരാണ്. കർഷക തൊഴിലാളികളോട് വിരോധമുള്ള സർക്കാരാണ്. മലയോരങ്ങളിൽ താമസിക്കുന്നവർ ഒരു എതിർപക്ഷമായിട്ട് കാണുന്ന ഒരു സർക്കാരാണ്. കാരണം മലയോരങ്ങളിലൊക്കെ UDFനാണ് സാധാരണ മേൽക്കോയ്മയുള്ളത്. അത് ഒരിക്കലും നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ സാധിക്കുകയില്ല. അതിന് ഒരു വിരാമം വരണം. അതിന് ഏറ്റവും നല്ല വിരാമം അടുത്ത ഇലക്ഷനിൽ മലയോരങ്ങളിൽ പ്രത്യേകിച്ചും ബാക്കി എല്ലായിടത്തും ഒരു വൻ തരംഗം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ തരംഗത്തിന് പിന്തുണ നൽകുകയെന്നാണ്. മനുഷ്യനാണ് സൃഷ്ടിയുടെ മുകളിലിരിക്കുന്നത് എന്നുള്ളത് ആ സത്യം അതെല്ലാ മതങ്ങളിലും, അത് ക്രൈസ്തവ മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും മറ്റെല്ലാ മതങ്ങളിലും അടിവരയിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ മൃഗങ്ങളല്ല, പട്ടിയല്ല, പൂച്ചയല്ല, ആനയല്ല, മനുഷ്യൻ്റെ ജീവനും മനുഷ്യൻ്റെ സ്വത്തിനും ആണ് സംരക്ഷണം വേണ്ടത്. ഒരു സർക്കാരും ഒരു ജനവുമായിട്ടുള്ള, അത് ഏത് സർക്കാരാകട്ടെ, ആയിട്ടുള്ള ആ സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹിക ആയിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത് ഇതാണ്, സംരക്ഷണമാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ സർക്കാരിന് വിട്ടുതരുന്നു,
അതിന് പകരമായിട്ട് ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കണം, ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കണം. ആ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ കൂടിയാണ് ഒരു സർക്കാരിനെ നമ്മൾ ഇലക്ട് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സർക്കാരിനെ നമ്മൾ ഇലക്ട് ചെയ്ത് വിടുന്നത്. അതിന് അത് സംരക്ഷിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ സർക്കാർ ഇറങ്ങിപ്പോണം. മുഖ്യമന്ത്രിയും വനം വകുപ്പും നാട്ടുകാരോടും, പ്രത്യേകിച്ച് കർഷകരോടും, പ്രത്യേകിച്ച് മലയോരങ്ങളിൽ താമസിക്കുന്ന എല്ലാവരോടും മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.